ചെമ്പനിപ്പു സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മദ്യപിച്ച് ബോധമില്ലാത്ത സുധിയെ കൊണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ നേരെ വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തിയ ഉടനെ തന്നെ അമ്മ എവിടെയെന്നാണ് കേട്ടോ സുധി ചോദിക്കുന്നത്. എനിക്ക് അമ്മയെ കാണണം, അമ്മയല്ലാതെ എനിക്ക് മറ്റാരും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എടാ ഞങ്ങളൊക്കെ ഇല്ലേ എന്നുള്ള കാര്യം രവി ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും ഇല്ലാച്ചാ എനിക്ക് ഇന്നേ വരെ അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറയുകയാണേ. അതൊക്കെ കേൾക്കുമ്പോൾ രവിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്. എടാ അമ്മ എന്തിനാടാ പോയെന്നുള്ള കാര്യം സുധി ചോദിക്കും. ഇവിടെ നടന്ന കാര്യത്തെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ലല്ലോ, ഞാൻ ഇന്ന് ഫോറിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ സച്ചി ഇങ്ങനെ കളിയാക്കി ചോദിക്കുമ്പോൾ അതല്ലടാ അമ്മ എന്തിനാ പോയെന്നുള്ള കാര്യം നിനക്കറിയോ? എന്റെ ഭാര്യ കള്ളം പറഞ്ഞു. ഇത് തന്നെയല്ലടാ നീ വരുന്ന വഴിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. നിനക്ക് ഞാനൊരു മൈക്ക് സെറ്റ് എടുത്ത് തരട്ടെ, നീ നാട്ടുകാരെ മൊത്തം അങ്ങ് അറിയിക്കേ. എന്നാ നീ പോയിട്ട് മൈക്ക് സെറ്റ് എടുത്തോണ്ട് വാടാ, ഞാൻ അതിനകത്ത് പറയാന്ന് ശ്രുതി പറയുന്നുണ്ട്. നിങ്ങളുടെ ഏട്ടൻ എന്താ സച്ചിയേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? വീട്ടില് എന്തോരം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ കുടിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുവാണേ. അതിന്റെ പേരിൽ അച്ഛൻ എന്തോരം വിഷമിക്കുന്നുണ്ട്. ആ അങ്ങനെയാണോ അച്ഛാ എന്ന് പറഞ്ഞിട്ട് അരികിലേക്ക് ചെല്ലുന്നുണ്ടേ. അച്ഛന് ഭയങ്കര വിഷമമായല്ലേ? സോറി അച്ഛ എന്ന് പറഞ്ഞിട്ട് കാലൊക്കെ പിടിക്കുന്നുണ്ടേ. അപ്പോഴേക്കും സച്ചിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എനിക്കും ഭയങ്കരമായിട്ട് വിഷമമായി അച്ഛ എന്റെ ഭാര്യ കള്ളം പറഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുറപ്പെടുത്തുകൊണ്ടേ ഇരിക്കുവാണേ. നീ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പ്രശ്നങ്ങളെല്ലാം തീരും, പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിനക്കറിയോ ഞാൻ എന്തിനാ കുടിച്ചതെന്ന്? എന്തിനാന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും എന്റെ ഭാര്യ കള്ളം പറഞ്ഞു തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണേ. അതിനിടയ്ക്ക് രേവതിയുടെ അടുത്ത് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, രേവതി കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പല റിയാക്ഷൻസും വരും. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുടിച്ചാലുണ്ടല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആൾക്കാർ കുടിക്കാനേ പാടില്ല. തുടർന്ന് വീണ്ടും അമ്മയെ അമ്മയെന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട്. എടാ അമ്മ ഇവിടെ ഇല്ലാന്നല്ലേ പറഞ്ഞത്? അതിനിടയ്ക്ക് രവിയാണെങ്കിൽ ഇവന് ബോധം വന്നിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വീണ്ടും ഇങ്ങനെ പുലമ്പിക്കൊണ്ടേ ഇരിക്കുമല്ലോ. അതുകൊണ്ട് അവനെ കൊണ്ടുപോയിട്ട് റൂമിൽ കിടത്താൻ വേണ്ടിയിട്ട് സച്ചിയുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. സച്ചിയാണെങ്കിൽ സുധി വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ സുധി എങ്ങോട്ടാന്ന് ചോദിക്കുകയാണ്. ബാറിൽ ഒരു കട്ടിങ് ഇടാനാടാ, വാടാ എന്ന് പറയാണേ. എന്നാ ഞാൻ വരാ എന്ന് പറഞ്ഞിട്ട് പുറകെ പോകുന്നുണ്ട്. റൂമിൽ കൊണ്ടുപോയിട്ട് സച്ചിയാണെങ്കിൽ സുധിയെ കിടത്തിയതിനു ശേഷം പുറത്തേക്ക് വരുവാണേ. കിടത്തിയിട്ട് പോരുമ്പോഴും ഇത് തന്നെയാണ് കേട്ടോ പറയുന്നത്, എന്റെ ഭാര്യ എന്റെ അടുത്ത് കള്ളം പറഞ്ഞു എന്ന്. എന്താടാ നീ ഇതിനു മുമ്പ് കള്ളം പറഞ്ഞില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോ അതല്ലടാ എന്റെ ഭാര്യ എന്റെ അടുത്ത് കള്ളം പറഞ്ഞു എന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിയുടെ അടുത്ത് എന്ത് ചോദിച്ചാലും ഈ ഒരു കാര്യം തന്നെയാ പറയുന്നത് കേട്ടോ. കാരണം ശ്രുതിയെ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു ചതി ഒരിക്കലും ശ്രുതിയോട് ചെയ്യുന്നുള്ള കാര്യം ശ്രുതി വിചാരിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ഒരു ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ ആളുള്ളത്. അതുകൊണ്ട് എന്റെ ഭാര്യ കള്ളം പറഞ്ഞു, എന്റെ ഭാര്യ കള്ളം പറഞ്ഞു എന്ന് തന്നെ എന്ത് ചോദിച്ചാലും ഇങ്ങനെ പുറപുറ രീതിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പറഞ്ഞ് ആൾ അവിടെ ഇങ്ങനെ കിടക്കുവാണ്. തുടർന്ന് അച്ഛന്റെ അരികിൽ നിൽക്കുവാണ് കേട്ടോ സച്ചിയും അതുപോലെ രേവതിയും. അച്ഛന്റെ വിഷമം കാണുമ്പോൾ അച്ഛ എന്ന് പറഞ്ഞിട്ട് രേവതി വിളിക്കുമ്പോൾ കണ്ടില്ല രേവതി എന്റെ ഒരു അവസ്ഥ. 35 വർഷം ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിച്ചു. 3 മക്കളെയും നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയത്. നൈറ്റിലൊന്നും ശരിക്ക് ഉറങ്ങാറ് പോലുമില്ല. നൈറ്റ് ഷിഫ്റ്റിന് പോയി വീട്ടിലിരിക്കുന്ന സമയത്തും ഉറക്കം വരാത്ത അവസ്ഥയായി. എങ്കിലും എന്റെ മക്കളെ ഒരു കര പറ്റിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാ കഷ്ടതകളും അനുഭവിച്ചത്. ഇവരൊക്കെ ഒരു നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഇരിക്കാന്ന് വിചാരിച്ച അതും നടക്കുന്നില്ല. ഇനി സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നേക്കുമായിട്ട് ഉറങ്ങേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അപ്പോഴേക്കും അച്ഛൻ എന്തൊക്കെയായി പറയുന്നത് വെച്ചിട്ട് അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ സച്ചി. അച്ഛനെ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് ഭയങ്കര ഇതാവുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് സച്ചി. എന്നിട്ട് വേഗം പോയിട്ട് രേവതിയുടെ അടുത്ത് വെള്ളം എടുത്ത് കൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? അച്ഛന് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം രേവതി പറയാണ് കേട്ടോ, പ്രശ്നങ്ങൾ എല്ലാ കുടുംബത്തിലുള്ളെന്നുള്ള കാര്യം അച്ഛനും അറിയാലോ, ഇതൊക്കെ ഉടനെ തന്നെ തീരും. ഏത് കുടുംബത്തിലെ പ്രശ്നമില്ലാത്തെന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. എനിക്കൊരിക്കലും സുധീരുടെ അടുത്ത് ദേഷ്യമൊന്നും തോന്നുന്നില്ല, എന്നോടാണ് എനിക്ക് ദേഷ്യം. ഞാൻ അവനെ ശരിയായിട്ട് വളർത്തിയില്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരുന്നു. ഓൾറെഡി ഇവൻ കുടിച്ചിട്ടാണ് വരാറ്. ഇപ്പോഴാണെങ്കിൽ സുധി ആരംഭിച്ചു, പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരികയും ചെയ്തു. ഇതെല്ലാം എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? അവനെന്തോ വിഷമത്തിന്റെ പുറത്ത് കുടിച്ചിട്ട് വന്നതാണ്. അവനെ ഒന്ന് ഒച്ചയെടുത്ത് പേടിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ കൈവിട്ട് പോകുന്നത് പോലെയാ തോന്നുന്നത്. ഇവനാണെന്നുണ്ടെങ്കിൽ കുടിച്ചു കൂത്താടി വന്നിരിക്കുന്നു, നിന്റെ അമ്മയാണെങ്കിൽ ഇറങ്ങി പോവുകയും ചെയ്തു. ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അത് രൂക്ഷമായിട്ട് മാറുക തന്നെ ചെയ്യുള്ളൂ. ഇതിനെന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അമ്മ വന്നേ പറ്റുള്ളൂ. അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അച്ഛമ്മ തന്നെ വരണം. ഞാനും ഇതിനെക്കുറിച്ച് രേവതിയുടെ അടുത്ത് സംസാരിച്ചതേ ഉള്ളൂ. അച്ഛമ്മ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവുള്ളൂ. രേവതിയും അത് തന്നെയാണ് കേട്ടോ പറയുന്നത്. അച്ഛമ്മ വന്ന് പറഞ്ഞാൽ മാത്രമേ ഇവരെല്ലാവരും കേൾക്കുള്ളൂ. അമ്മയും അച്ഛമ്മയുടെ വാക്കല്ലേ കേൾക്കുള്ളൂ. അതുകൊണ്ട് അച്ഛമ്മ വരുന്നത് തന്നെയാണ് നല്ലത്. എന്തായാലും അമ്മയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പോയി പറഞ്ഞിട്ട് ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവന്നുള്ളതെന്ന് പറയണേ. അച്ഛൻ പോകണ്ട, ഞാൻ പോയിട്ട് കൂട്ടിക്കൊണ്ടുവന്നുള്ളത് സച്ചി പറയുന്നുണ്ട്. വേണ്ടടാ
ഞാൻ തന്നെ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നാലേ ശരിയാവത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ നമുക്ക് രണ്ടുപേർക്കും കൂടി പോവാന്ന് പറയുന്നുണ്ടേ. വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം. അച്ഛൻ എന്തിനാ ബസ്സിലൊക്കെ പോയിട്ട് കഷ്ടപ്പെടുന്നെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടല്ലടാ, ഞാനും നീയും ഒരുമിച്ച് ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരാണ് ഉണ്ടാവുക? ഓൾറെഡി സുധിയാണെന്നുണ്ടെങ്കിൽ കിടക്കുന്ന കിടപ്പ് നീ കണ്ടില്ലേ? അതുകൊണ്ട് നീ ഇവിടെ നിൽക്ക്, ഞാന് പോയിട്ട് കൂട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രവി ഇറങ്ങുവാണേ. അച്ഛനെ കാണുന്ന സമയത്താണ് ഭയങ്കര സങ്കടം തോന്നുന്നത്. അച്ഛന്റെ മനസ്സ് വല്ലാതെ നൊന്നു പോയിട്ടുണ്ട്. എന്ത് ചെയ്യാനാ, ആ പൗഡർ എടുത്തി പറഞ്ഞ കള്ളം കൊണ്ടാണ്. അവള് കള്ളമൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ജോളിയായിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കുകയായിരിക്കും. ഇനിയിപ്പോ സച്ചിയേട്ടാ എന്താ ചെയ്യാ, നമുക്ക് നോക്കാം. അച്ഛമ്മ വരട്ടെ, അച്ഛമ്മ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് തന്നെയാണ് സച്ചിയും പറയുന്നത്. അച്ഛനെ ഞാൻ കൊണ്ടുപോയിട്ട് ബസ് സ്റ്റാൻഡിൽ ഇറക്കിയിട്ട് വരാം. നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവൻ ഇപ്പോ സ്വബോധത്തിലല്ല, അവൻ എങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സച്ചിയും അച്ഛന്റെ കൂടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാൻ വേണ്ടിട്ട് പോകുന്നത്. അതിനുശേഷം നമ്മുടെ ദേവും അതുപോലെ തന്നെ അരുണും കൂടി മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവര് തമ്മിൽ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നതിന് ശേഷം അരുൺ തന്നെ അരുണിന്റെ ബൈക്കില് ദേവുവിനെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ഇറക്കുന്നതായിട്ടുള്ള സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ഇറക്കിയതിന് ശേഷം തിരികെ വരുവാണ് കേട്ടോ. വന്ന ഉടനെ തന്നെ രേവതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. കാരണം മറ്റൊന്നുമല്ല, സുധി വീട്ടിൽ നിന്ന് എങ്ങോട്ടോ ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യം പറയുവാണ് കേട്ടോ. അതിന് നീ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നത്? ഈ സമയമാകുമ്പോഴേക്കും അവന്റെ ബോധമൊക്കെ തെളിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ കടയിലേക്ക് പോയതായിരിക്കും എന്നൊക്കെ സച്ചി ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നീ പോയിട്ട് പാത്രമൊക്കെ എടുത്തു വെക്കും, നമുക്ക് ഭക്ഷണം കഴിക്കാൻ, ഞാൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടെന്ന് പറയുകയാണെ. സച്ചേട്ടൻ എന്തിനാ മേടിച്ചോണ്ട് വന്നത്? ഞാൻ ഇവിടെ ഉണ്ടാക്കില്ലായിരുന്നോ എന്ന് രേവതി ചോദിക്കുമ്പോ അതിനിവിടെ മറ്റാരും ഇല്ലല്ലോ, നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അച്ഛനാണെന്നുണ്ടെങ്കിൽ നാട്ടിലേക്കും പോയി, അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കൊന്നും വേണ്ട, നീ പോയിട്ട് എടുത്തു വെക്കുക എന്ന് പറഞ്ഞിട്ട് രേവതിയെ പറഞ്ഞു വിടുവാണേ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. രേവതിക്ക് ഞാൻ വാരി തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് രേവതി പറയുവാണ്. വേണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചി തന്നെ വാരി കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴൊക്കെ രേവതിയുടെ മുഖം ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുവാണേ. പ്രശ്നങ്ങളൊക്കെ ഇത്രയും സംഭവിച്ചല്ലോ, നമ്മള് അന്ന് ബീരാനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്. നീ എന്താ രേവതി ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? അല്ല സച്ചിയേട്ടാ, അവരെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം ആവില്ലായിരുന്നു. രേവതി, നീ ഇപ്പൊ പറയുന്നത് കേട്ടിട്ട് എനിക്ക് എന്താ അറിയോ പറയാൻ തോന്നുന്നത്? കയ്യിലെ മുറിവ് പറ്റിയിട്ട് ഫുൾ കൈ ഷർട്ട് ഇട്ടിട്ട് മറയ്ക്കാം എന്ന് വിചാരിക്കുന്നത് പോലെയാണ്. കയ്യില് മുറിവ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചാലേ മാറുള്ളൂ, അല്ലാതെ ഫുൾ കൈ ഷർട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരിക്കലും മാറില്ല. പൗഡർ എടുത്തി കള്ളം പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കബളിപ്പിച്ചില്ലായിരുന്നോ? ഈ കാര്യത്തെ കുറിച്ച് നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഇനിയും ഒരുപാട് നുണകൾ പറഞ്ഞിട്ട് അവള് എല്ലാവരെയും പറ്റിക്കുമായിരുന്നു. എന്നാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരു ദിവസം പുറത്തു വരിക തന്നെ ചെയ്യല്ലോ. ശരിയാണ്, പക്ഷെ ഇത്രയും വലിയ പ്രശ്നമായില്ലേ? പിന്നെ അവള് ചെയ്ത കാര്യങ്ങൾക്ക് അവളെ എല്ലാവരും ഞങ്ങൾ നിനക്ക് മാപ്പ് തന്നു, കയറിയിരുന്നോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സ്വീകരിച്ചിരുത്തോ? ഇല്ലല്ലോ. അവള് ചെയ്തതിന് അവള് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണ്ടേ? ഇത് നോക്ക് രേവതി, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നല്ലേ? ഇത്രയും നാള് പൗഡർ എടുത്ത് കള്ളം പറഞ്ഞിട്ട് എല്ലാവരും പറ്റിച്ചു. ഇപ്പോ അത് പുറത്തു വന്നു. നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും ആ സത്യം ഒരു ദിവസം പുറത്തു വരിക തന്നെ ചെയ്യും. അപ്പോ ഇതേ പ്രശ്നം തന്നെ നടക്കും. അതുകൊണ്ട് നീ ഇതൊന്നും ആലോചിച്ചിട്ട് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം ശരി തന്നെയാണ്, പക്ഷെ ഏത് സമയത്തും വീട്ടില് കളകളാ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ഇപ്പൊ വീട്ടില് ആരുമില്ലാതെ, എനിക്ക് ഒന്നുമില്ലാതെ ആരുമില്ലാത്തൊരവസ്ഥയായില്ലേ ഇവിടെ? അതിനെന്താ രേവതി, ഇപ്പൊ അച്ഛമ്മയും കൂട്ടിക്കൊണ്ട് വരും. പിന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും വരും. പിന്നെന്താ പ്രശ്നം? ഞാനും നീ ഇവിടെ ഇല്ലെന്ന് ചോദിക്കുന്നുണ്ടേ. അതല്ല, അമ്മ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും കലകലാന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ രേവതി, നിന്റെ പ്രശ്നം എന്താണ്? അമ്മയുടെ ചീത്തവിളി കേൾക്കാഞ്ഞിട്ട് നിനക്ക് സമാധാനമില്ലേ? അങ്ങനെയല്ല സച്ചേട്ടൻ ഞാൻ ഉദ്ദേശിച്ചത്. എത്ര വലിയ വീടാണെന്നുണ്ടെങ്കിലും കുടുംബത്തോടെ എല്ലാവരും ഒന്നായിട്ടിരുന്നാലല്ലേ വീട്ടിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. രേവതി, എല്ലാ ദിവസവും നീ തന്നെയല്ലേ എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ഇപ്പോ ഓരോരുത്തരും ഓരോ വഴിക്കായതുകൊണ്ട് നിന്റെ ജോലിയും കുറഞ്ഞില്ലേ? അപ്പോ നിനക്ക് ചെറിയൊരു ആശ്വാസം കിട്ടിയില്ലേ? അതിന് നീ സന്തോഷിക്കാണ്ട് വെറുതെ എന്തിനാ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുന്നത്? സച്ചിയേട്ടാ, എനിക്ക് ജോലി ചെയ്യുന്നതിലും ഭക്ഷണം ഉണ്ടാക്കുന്നതിലൊന്നും അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാവരും കൂടി ചേർന്നിട്ട് സന്തോഷത്തോടു കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അത് കഴിക്കാൻ ആരാ ഇവിടെ ഉള്ളത്? അല്ല രേവതി, ഞാൻ ഇവിടെ ഇല്ലേ? നിനക്കെന്താ എന്നെ ഒരു മനുഷ്യനായിട്ട് തോന്നുന്നില്ലേ? അങ്ങനെയല്ല സച്ചേട്ടാ ഞാൻ ഉദ്ദേശിച്ചത്. ആരും ഇല്ലല്ലോ എന്നുള്ള കാര്യം ഓർക്കുമ്പോ ഒരു വിഷമം. അതിനെ കുറിച്ച് ഓർത്തിട്ട് രേവതി നീ വിഷമിക്കണ്ട. അച്ഛൻ എന്തായാലും അച്ഛമ്മയെ കൂട്ടാനല്ലേ പോയിരിക്കുന്നത്. അച്ഛമ്മ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിനെല്ലാം പ്രശ്നത്തിന് പരിഹാരം കാണും. പക്ഷെ അതൊന്നുമല്ല, പൗഡർ എടുത്തിന് മേലെ എനിക്ക് സംശയം ഇനിയും പോയിട്ടില്ല. അതെന്താ സച്ചേട്ടാ, ഇപ്പോ സത്യങ്ങളെല്ലാം പുറത്തു വന്നില്ലേ? ഇല്ല രേവതി, അവള് പിന്നെയും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അതെന്താ സച്ചേട്ടൻ അങ്ങനെ പറയുന്നത്? അല്ല, അവൾ ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞില്ലേ? ഇതിനു മുമ്പാണെന്നുണ്ടെങ്കിൽ കട ആരംഭിച്ചത് അവളുടെ അച്ഛന്റെ കാശിലാണെന്നുള്ള കാര്യം കള്ളം പറഞ്ഞു. ഈ കേടിയുണ്ടല്ലോ ഇനിയും എന്തൊക്കെയോ വിഷയങ്ങൾ മറിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നത്. എന്തായാലും രേവതി അതും കൂടി കണ്ടുപിടിക്കണം. അതിപ്പോ എങ്ങനെയാന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട്. രേവതി, ഇപ്പോ വീട്ടിൽ ആരും ഇല്ലല്ലോ. പൗഡർ എടുത്തി കുറിച്ചിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സുധിയുടെ റൂം ഒന്ന് പോയി ചെക്ക് ചെയ്താലോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ആരും വീട്ടിലില്ലാത്ത സമയത്ത് അങ്ങനെ മറ്റുള്ളവരുടെ റൂം കയറി ചെക്ക് ചെയ്യുന്നതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമെന്ന് രേവതി പറയുന്നുണ്ട്. അതൊന്നും വേണ്ടെന്ന് പ്രത്യേകം
എടുത്തിട്ട് രേവതി പറയുന്നുണ്ടെങ്കിലും എന്ന് കരുതിയിട്ട് രേവതി എല്ലാവരും ഉള്ള സമയത്ത് പോയിട്ട് അവരുടെ റൂം ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇതാണ് ശരിയായിട്ടുള്ള സമയം. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വേണ്ട സച്ചേട്ടാ, എനിക്കിതൊന്നും താല്പര്യമില്ല, അതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ഒഴിഞ്ഞു മാറുവാണേ. നീ എന്താ രേവതി ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു കോയിൻ എടുക്കുന്നുണ്ട്. ഹെഡ് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യാം. ടെയിലാണ് വീഴുന്നത് വെച്ചാല് നീ പറയുന്നത് പോലെ പരിശോധിക്കണ്ട എന്ന് പറയണേ. പക്ഷെ വീഴുന്നത് സച്ചി പറഞ്ഞതുപോലെ തന്നെ ഹെഡാണ്. അങ്ങനെ പോയിട്ട് റൂം ചെക്ക് ചെയ്യാന്നുള്ള തീരുമാനം എടുക്കുവാണേ. ആദ്യം തന്നെ മെയിൻ ഡോർ ലോക്ക് ചെയ്യുന്നുണ്ടോ, അതിനുശേഷമാണ് ശ്രുതിയുടെയും ആ മുറിയിലേക്ക് കയറുന്നത്. ഇതൊന്നും വേണ്ടെന്ന് രേവതി അപ്പോഴും പറയുമ്പോ ഞാൻ പറഞ്ഞതുപോലെ ഹെഡാണ് വീണത്, അതുകൊണ്ട് പരിശോധിച്ചേ പറ്റുള്ളൂ. നീ ലേഡീസ് ഉള്ള റൂമാണ്, നീ ഒരു കാര്യം ചെയ്യ്, ഈ ഭാഗത്ത് നോക്ക്, ഞാനും ഈ ഭാഗത്ത് നോക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് ചെക്കിംഗ് ആണ്. ഇതിനിടയ്ക്ക് രേവതിക്ക് അവരുടെ ഇതിനകത്ത് കബോർഡിനകത്ത് നിന്ന് ഒരു ഡ്രസ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. അത് മറ്റാരുടെ അല്ല, ആദിയുടെ ഡ്രസ്സാണ്. അതും ശ്രുതിയുടെ ഡ്രസ്സിനോടൊപ്പമാണ് അത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര സംശയമൊക്കെ തോന്നുന്നുണ്ട്. ആദ്യം ഇവർ വിചാരിക്കുന്നത് ശ്രുതി മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നതാണല്ലോ, അതുകൊണ്ട് ആരെങ്കിലും ഡ്രസ്സ് മേടിച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും എന്നാണ്. എന്നാ പൗഡർ എടുത്ത് ഒരിക്കലും സത്യം പറഞ്ഞിട്ടില്ലല്ലോ. ഇതിലും ഇനി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചി രേവതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു പക്ഷെ പൗഡർ എടുത്തില്ല, ചിലപ്പോ ശ്രുതി ആയിരിക്കോ മേടിച്ചു വെച്ചിരിക്കുന്നത്. നീ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ ആദിയുടെ മേലെ എന്തൊക്കെയോ ഒരു സംശയമുണ്ട്, ഒരു പക്ഷേ ശ്രുതിയുടെ മകനായിരിക്കും ആദി എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇനി ആദിക്ക് വേണ്ടിയിട്ട് മേടിച്ചു വെച്ചതായിരിക്കും എന്ന് ചോദിക്കുമ്പോഴേക്കും ഇതിന്റെ അളവ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ആദിയുടെ ഡ്രസ്സിന്റെ അളവ് പോലെ തന്നെയാണ് തോന്നുന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേർക്കും ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, അത് ആദിയുടെ ഡ്രസ്സാണ് എന്നുള്ള കാര്യം. അപ്പോഴേക്കും കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് കേട്ടോ ആരോ. അവര് പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ തിരികെ അതുപോലെ തന്നെ വെച്ചിട്ട് കതക് തുറക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. വന്നിരിക്കുന്നത് മറ്റാരും അല്ല കേട്ടോ, ശ്രുതിയാണ്. ശ്രുതി കണ്ട കൊണ്ടത്തിന് ഓ നീയായിരുന്നോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്. നീ ബോധമില്ലാതെ ഇവിടെ കിടക്കൂലായിരുന്നോ, ആരടുത്തും പറയാതെ നീ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുമ്പോ ഞാൻ പോകുന്നതൊക്കെ നിന്റെ അടുത്ത് പറയണമെന്ന് ചോദിക്കാണ് കേട്ടോ ശ്രുതി. കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരെ എത്തി നിൽക്കുമായിരുന്നു, അതിനെന്താ ഇത് ആദ്യമായിട്ട് നടക്കുന്നതല്ലോ, നീ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരി, നീ എവിടെ പോയതായിരുന്നു എന്ന് ശ്രുതിയുടെ അടുത്ത് സച്ചി വീണ്ടും ചോദിക്കുമ്പോ ഞാൻ വിശന്നപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു, എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് മുഖം തിരിച്ചങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇവർ ചെക്ക് ചെയ്യുന്നതിനിടയ്ക്കാണല്ലോ ശ്രുതി കോളിംഗ് ബെൽ അടിച്ചത്. നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഭയന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി പെറുപെറുത്തുകൊണ്ട് മുറിയിലേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. തുടർന്ന് രേവതി രാത്രിയിലാണെങ്കിൽ നമ്മുടെ വർഷയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയാൻ കേട്ടോ. അച്ഛമ്മയെ കൂട്ടാൻ വേണ്ടിയിട്ട് അച്ഛൻ പോയിരിക്കുന്നുണ്ട്, പ്രശ്നത്തിലൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. ഓ അങ്ങനെയാണല്ലേ, ഈ ചാൻസ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ള കാര്യം അറിയാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ ഉടനെ തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് രേവതിയുടെ കോൾ വെക്കുന്നത്. അതിനെക്കുറിച്ച് ശ്രീകാന്തിന്റെ അടുത്ത് പറയുമ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ ഇവിടെ 2 ദിവസം ബുക്കിംഗ് ഉണ്ട്, ഓൾറെഡി നമ്മൾ പേ ചെയ്തതാണ്, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് റീഫണ്ട് തരാൻ വേണ്ടിയിട്ട് പറയാം. ഈ ചാൻസ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഇങ്ങനെ ഒരു ചാൻസ് നമുക്ക് കാണാനേ പറ്റില്ല. അത് മാത്രമല്ല വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം അറിയാനും പറ്റില്ല. നമുക്ക് രണ്ടുപേർക്കും ഇവിടെ ജോളിയായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ ബുക്ക് ചെയ്തെന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടെങ്കിലും ഇവിടത്തേക്കാളും നല്ല ജോളി അവിടെയായിരിക്കും, അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ പുറപ്പെടാന്നാണ് കേട്ടോ വർഷ പറയുന്നത്. അവിടെ അതിന് മാത്രം എന്ത് എൻജോയ്മെന്റ് ആണുള്ളത്, ശരി അവിടെ ഇപ്പൊ എന്താ നടക്കുന്നെന്നുള്ള കാര്യം നീ ആദ്യം പറയാന്ന് പറയുമ്പോൾ അവിടെ ആന്റിക്കും അതുപോലെ തന്നെ ശ്രുതി ചേച്ചിക്കും ഇടയിൽ വലിയൊരു വാറ് നടക്കാൻ വേണ്ടി പോവാണ്. അതെനിക്ക് ലൈവായിട്ട് കാണണം. അതിന് അമ്മയും അവിടെ ഇല്ല, പിന്നെ ശ്രുതി ചേച്ചിയും ഇല്ല, പിന്നെ എന്ത് നടക്കാനാണെന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല, ഇനി വലിയ വലിയ ടെസ്റ്റ് വരാൻ വേണ്ടിയിട്ട് പോവാണ്, അതെന്തൊക്കെയാന്നുള്ള കാര്യം എനിക്ക് നേരിട്ട് കാണണം. നാളെ അച്ഛമ്മ വരാൻ വേണ്ടി പോവാണ്. അച്ഛമ്മ വരുന്നോ, അച്ഛമ്മ എന്തിനാ ഇപ്പൊ വരുന്നെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അതാ പറഞ്ഞത്, അച്ഛമ്മ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആന്റിയും അതുപോലെ തന്നെ ശ്രുതിയുടെ അടുത്തും വരാൻ വേണ്ടിയിട്ട് പറയും, അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ നേരിട്ട് കാണണം. രേവതി ചേച്ചി ഇപ്പൊ പറഞ്ഞു വെച്ചതേ ഉള്ളൂ ഇതിനെ കുറിച്ച്, അതുകൊണ്ട് നമുക്ക് റെഡി ആയിട്ട് പോകാൻ വേണ്ടി നോക്കാം എന്ന് ശ്രീകാന്തിന്റെ അടുത്ത് പറയുവാണ്. സീരിയലിൽ കാണാത്ത ഒരു കാര്യം നിങ്ങളുടെ വീട്ടിലുണ്ട്, എന്താണെന്ന് ചോദിക്കുമ്പോ സീരിയലിലൊക്കെ അഭിനയാണല്ലോ, എന്നാൽ നിങ്ങളുടെ വീട്ടിലുള്ളതൊക്കെ ഇമോഷൻസ് നാച്ചുറൽ ആയിരിക്കും. ശ്രുതി ചേച്ചി അന്ന് പിടിക്കപ്പെട്ടത് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയില്ല, ആ ചാൻസ് മിസ്സായി. ഇനി എന്താ നടക്കുന്നെന്നുള്ള കാര്യം എനിക്ക് കാണണം, നീ ഒന്നുകൂടി ആലോചിച്ച് നോക്ക് പോണോ എന്ന് ശ്രീകാന്ത് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് പോണം, നാളെ മുതലാണ് അവിടെ ഫണ്ട് നടക്കാൻ വേണ്ടി പോകുന്നത്, നമുക്ക് എന്തായാലും ഇപ്പൊ തന്നെ പോവാന്ന് പറഞ്ഞിട്ട് ചാടിയൊക്കെ എഴുന്നേക്കുന്നുണ്ട്. ശ്രുതി ചേച്ചിയും സുധീറിന്റെയും ലൈഫ് ഇനി എന്താ വേണ്ടി ആവാൻ വേണ്ടി പോകുന്നെന്നുള്ള കാര്യം അറിയില്ല. ഇതെല്ലാം നിനക്ക് എൻജോയ്മെന്റ് ആയിട്ടാണല്ലേ തോന്നുന്നത്, നിന്നൊന്നും തിരുത്താൻ വേണ്ടി പറ്റില്ല. ആദ്യം നീ പോയിട്ട് നിന്റെ വീട്ടിലുള്ള എല്ലാവരും പോയി തിരുത്ത്, അതിനുശേഷം നീ എന്നെ തിരുത്താൻ വേണ്ടി വന്നാൽ മതി. എന്തായാലും ഇപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട്, ഡിന്നർ ഓർഡർ ചെയ്യാം. നാളെ രാവിലെ പോവാന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് വല്ല സ്കൂട്ടാവാണ്, അല്ലെങ്കിൽ വർഷ വീണ്ടും പൊരിക്കുന്നുള്ള കാര്യം അറിയാലോ. അങ്ങനെ പോകാനുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നിൽക്കുവാണ് കേട്ടോ നമ്മുടെ വർഷ. അവിടെ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യത്തെ കുറിച്ച് അറിയാന്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ. താങ്ക്